ഹലോ യൂട്യൂബ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഹീറോ എക്സ്പൾസ് 200 കാർബറേറ്റഡ് വെർഷനാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഹീറോ എക്സ്പൾസ് 200ന് റാലി കിറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന പ്രൊഡക്ട്സുകളാണ് ഒരു റാലി ടൈപ്പ് സീറ്റ് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ടും ബാക്കും കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുള്ള സസ്പെൻഷൻ വരുന്നുണ്ട്, പിന്നെ സ്റ്റഡ് ടയേഴ്സ്, പിന്നെ ഹാൻഡിൽ ബാർ റൈസർ. അപ്പോൾ അത്രയും പ്രൊഡക്റ്റുകൾ ഹീറോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ എന്ന് അവൈലബിൾ ആവും എന്നുള്ളതിനെക്കുറിച്ച് ധാരണയൊന്നും ഇതുവരെ ആയിട്ടില്ല. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന ഹീറോൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ല, മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഇതാണ്, ഒരു 2 ഇഞ്ച് ഹാൻഡിൽ ബാർ റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ ബാർ റൈസറാണ്. ഞാൻ ഓൾറെഡി ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയോളമായിട്ട് ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു 300ഓളം കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. അതെങ്ങനെ ഫിറ്റ് ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് എങ്ങനെയാണത് സെറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് ഒരു സൈഡാണ് ഇതിൻ്റെ, ഇതേപോലത്തെ 2 സൈഡ് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ ഹാൻഡിൽ ബാർ റൈസറാണ്. ഇത് ഇതേപോലെ തന്നെ 1 ഇഞ്ച്, 1.5 ഇഞ്ച്, അതേപോലെ ഈ 2 ഇഞ്ച്, ഈ 3 സൈസിൽ ഇത് അവൈലബിൾ ആണ്. ഇത് lluvia എന്നുള്ളത് ഇത് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ്, lluvia ഇൻഡസ്ട്രീസ്. മുകളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ ലേസർ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണ്ട പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കസ്റ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു തരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ആദ്യം ഇത് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 4 അലങ്കി ബോൾസ് ഇവർ തരുന്നുണ്ട്. ലെങ്ത് ആയിട്ടുള്ള അലങ്കി ബോൾസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് ആകെ വേണ്ടത് 2 ടൂൾസാണ്. 5mm അലങ്കിയും ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ യൂസ് വേറൊന്നല്ല. ഇവിടെ ഈ അലങ്കീസിൽ വെള്ളം ഇറങ്ങി തുരുമ്പ് പിടിക്കാതിരിക്കാനും ഒരു കുറച്ചും കൂടെ നല്ല ഫിനിഷ് കിട്ടാനായിട്ട് ഓരോ ക്യാപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം മുന്നേ ആവശ്യത്തോടെ മിസ്സായി. അപ്പോൾ ആ ക്യാപ്പ് റിമൂവ് ചെയ്യാൻ മാത്രമാണ് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം നമുക്ക് ഉള്ളൂ. അപ്പോൾ 3 ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്തു ശേഷം അലങ്കി വെച്ചിട്ട് ഹാൻഡിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അത് ഇതിന് കമ്പനി വരുന്ന ബോൾസാണ്. ഇത് ലെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ വരുന്ന ബോൾട്ടിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും വരും. നമ്മളിപ്പോൾ 4 ബോൾട്സും റിമൂവ് ചെയ്തു. നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഈ കവർ, ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു ടോപ്പ് പ്ലേറ്റ് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഹാൻഡിൽ ബാർ അങ്ങനെ തന്നെ നമുക്ക് ഇളക്കാം. സിമ്പിളാണ്, വെറുതെ അധികം പ്രശ്നമൊന്നും കൊടുക്കണ്ട. ഹാൻഡിൽ ബാർ നമ്മൾ എടുത്ത് വെച്ചു ശേഷം ഇതാണ് ഹാൻഡിൽ ബാർ റൈസർ. 2 സൈഡ് നമ്മൾ കറക്റ്റാക്കി വയ്ക്കുക. ശേഷം ഹാൻഡിലെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വയ്ക്കാം. ശേഷം അതിൻ്റെ ടോപ്പ് പ്ലേറ്റ് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ലെങ്ത്തുള്ള അലങ്കി ബോൾട്സ് നമ്മൾ യൂസ് ചെയ്യാം. ശേഷം നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നിട്ട് നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് ഹാൻഡിലിനെ സെറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം, ഇതിനെ ഞാൻ റാലി ടൈപ്പ് സീറ്റാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് സീറ്റ് ഇടുക ഈ ഒരു ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് സീറ്റാക്കിയിട്ടുണ്ട്. ആ സമയത്ത് റൈഡിങ് പൊസിഷൻ ചെറിയ മാറ്റം വന്നു. നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിലായി, ഹാൻഡിൽ കുറച്ചും കൂടെ താഴോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരു ബാർ ഹാൻഡിൽ ചൂസ് ചെയ്യാമെന്നായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ അത് വേണ്ട എന്ന് വെച്ചിട്ട് ഈ സ്റ്റോക്ക് ഹാൻഡിൽ തന്നെ
ഈ ഹൈറ്റ് കൂട്ടാവുന്ന ഒരു രീതി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുള്ളായിട്ട് തോന്നി. നമ്മളതപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ക്യാപ്പ്, നേരത്തെ പറഞ്ഞ ക്യാപ്പും ഇതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വണ്ടി കാണുമ്പോൾ തന്നെ കുറച്ചും കൂടെ ടോളായിട്ടുണ്ട്. സീറ്റ് മുന്നേ ഹൈറ്റ് കൂട്ടിയപ്പോൾ തന്നെ വണ്ടി കുറച്ചും കൂടെ ഒരു രൂപം മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഹാൻഡിലും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ ടോൾ ലുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ റൈഡിങ് പൊസിഷനിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് ശരിക്കും ഒരു മോട്ടോ ക്രോസ് അല്ലെങ്കിൽ ഒരു റേസ് ട്രക്ക് ഇമ്പൾസിലെല്ലാം ഇരിക്കുന്ന ഒരു പൊസിഷനായിട്ടുണ്ട് വണ്ടിക്ക്. കുറച്ചും കൂടെ നല്ലൊരു റൈഡിങ് പൊസിഷനായിട്ടുണ്ട്. നമുക്ക് ഈ ടാങ്കിലോട്ട് കയറിയിരിക്കുമ്പോഴും നല്ലൊരു കൺട്രോള് കിട്ടുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചെറുതായിട്ട് ടൈറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർവിൽ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലച്ചൊന്ന് ഇവിടെ കേബിളിൻ്റെ താഴെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ യാതൊരു പ്രശ്നവും ഇതിന് ഇല്ല. ഇത്രയും ഈ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും സിമ്പിളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം. അത്രയും ഈ കാണുന്ന ഒരു ഹൈറ്റ് ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് എക്സ്പൾസ് ഉള്ള ഈ സീറ്റ് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളവർക്കും പിന്നെ കുറച്ചും കൂടെ ഹാൻഡിലിന് ഹൈറ്റ് വേണമെന്ന് ഫീൽ ചെയ്തിട്ടുള്ളവർക്കും ഈ പ്രോഡക്റ്റ് നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവരുടെ പേജ് ചെക്ക് ചെയ്യുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.